ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ധൈര്യമായിരി. ഇതെന്തിനാ വന്നതെന്നും എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ നമുക്കറിയാം. നമ്മുടെ ദൈവം കാത്തു പരിപാലിക്കുന്നു, സൂക്ഷിക്കുന്നു. പൊന്നുതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പകലൊരു അല്പസമയത്തെ ധ്യാനത്തിന് വേണ്ടി വളരെ ധൃതിയോടെ നമുക്ക് 68-ാം സങ്കീർത്തനം അതിൻ്റെ 25, 26, 27 വാക്യങ്ങൾ ആരെങ്കിലും ഉറക്കെ വായിച്ചാട്ടെ. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ, സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമിനും യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സബൂലിൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും ഉണ്ട്. ആമേൻ. സാംസിംഗേഴ്സ് ആരെങ്കിലും 2 പേര് വന്നിട്ട് ഈ എംബോഡിയം പിടിച്ച് അങ്ങോട്ട് മാറ്റി വെക്കണം. അതിന് ചാടല്ലോ? ഇല്ലല്ലോ. ഒന്നുകൂടെ തിരിക്കണം. ആ ദേവദാസനെ അല്ലേ കാണത്തില്ല. ഇല്ല, അതിങ്ങനെ തിരിക്കാനൊക്കത്തില്ലേ? ഇങ്ങോട്ട് നീങ്ങിരുന്നാലും മതിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം വായിച്ച ആളിനെ കാണണ്ടേ? നമുക്ക് പല ആവർത്തി നമ്മൾ വായിച്ചിട്ടുള്ളൊരു ഭാഗമാണ് 68-ാം സങ്കീർത്തനം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിൻപിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ഇസ്രായേലിന്റെ ഉറവുകളിൽ നിന്നുള്ളവരെ, സഭായോഗങ്ങൾ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബലൂൺ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും ഉണ്ട്. ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം, സങ്കീർത്തനത്തെക്കുറിച്ച് വ്യാഖ്യാനം എഴുതിയിരിക്കുന്ന പത്തനാപുരം KV ജോൺ എന്ന് പറയുന്ന കർത്തൃദാസൻ കുറിച്ചിരിക്കുന്നത്, ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ നിന്ന് പെട്ടകം എടുത്തുകൊണ്ടുവരുവാൻ ദാവീദ് തൻ്റെ സംഘത്തോടുകൂടി പുറപ്പെട്ടപ്പോൾ അവിടെ പാടിയ സങ്കീർത്തനമാണ്. അതിന് ചരിത്രം കൂടാണെന്ന. കാരണം ഈ പെട്ടകത്തിൻ്റെ മുൻപിൽ സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിൻപിൽ നടന്നു, തപ്പടിക്കുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ഇങ്ങനെയായിരുന്നു പെട്ടകം കൊണ്ടുവന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിന്ന് സംഗീതത്തെക്കുറിച്ച് അതിൻ്റെ സംഗീത പാടാനുള്ള രീതിയെക്കുറിച്ച് ഒന്നുമല്ല വിസ്തരിക്കാൻ തുടങ്ങുന്നത്. എങ്കിലും അതൊന്ന് തൊട്ടുവിടാനും താല്പര്യമുണ്ട്. ഈ ദാവീദിന്റെ കാലത്താണ് സംഗീതത്തിന് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ടായത്. അതിന് മുൻപും അതിന് പിൻപും അത്രയും പ്രാധാന്യം വന്നില്ല. ഏറ്റവും വലിയ ഗായക സംഘം ദാവീദിന്റെ ഗായക സംഘമായിരുന്നു. എന്തിയെ ഇവിടുത്തെ സാംസിംഗേഴ്സ് എല്ലാം ഇതിനകത്താണോ പുറത്ത്? എന്തിയെ എല്ലാവരും കാണണം. ഇവിടോട്ടൊക്കെ എടുത്തിട്ട് ഇരുന്നാലും വേണ്ടിയല്ലോ. ഇനി പോരെ, ഇടയ്ക്ക് പാടാൻ നേരത്തെ ഞാൻ സമയം തരാം. ഞാൻ സംഗീതക്കാരെ ഒത്തിരി സ്നേഹിക്കുന്നവനും ഒരു ട്രൂപ്പിൻ്റെ ഉടമയൊക്കെയാണ്. ഇപ്പോഴും ഉണ്ട്. സംഗീത ഉപകരണങ്ങളൊക്കെ എൻ്റെ റൂമിനകത്ത് ഞാൻ വാരി കൂട്ടിയിട്ടുണ്ട്. വീണകൾ 3-4 ഉണ്ട്. സരസ്വതി വീണ എന്ന് പറയുന്ന 2 ഉണ്ട്. ഉറി വീണ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതുണ്ട്. ഈ അടുത്ത സമയത്ത് ഉണ്ടാക്കി ചിത്തിര വീണ. അതൊക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ വീണയോട് ഇത്ര പ്രിയമെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ ഈ വീണയേ ഉള്ളൂ. വീണയാ. 24 മൂപ്പന്മാര് വീണ മീട്ടിക്കൊണ്ടാ പാടിയത്. ആരാധനയിൽ വീണ ഉണ്ടായിരിക്കണമെന്ന് ആ സ്വർഗത്തിലെ നിയമം. അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല, അവരുടെ ശബ്ദം വൈണികന്മാർ വീണ മീട്ടുന്നത് പോലെ ആയിരുന്നു എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പാശ്ചാത്യ സംഗീതമല്ലായിരുന്നു ദാവീദിന്റെ കാലത്ത്. പാശ്ചാത്യ സംഗീതത്തിന്
നമ്മൾ ഈ പറഞ്ഞ അടുക്കുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്, നേരെ വിപരീതമാണ്. അതെന്താ? മുന്നിൽ പാട്ടുകാരാ, സംഗീതക്കാർ മുമ്പിൽ, അതിൻ്റെ പുറകിലേ ഉള്ളൂ മീട്ടുന്നവരുടെ, വീണമീട്ടുന്നവരുടെ സ്ഥാനം. മൂന്നാമത്തെ സ്ഥാനമേ ഉള്ളൂ കൊട്ടുകാരുടെ സ്ഥാനം. എന്നാൽ പാശ്ചാത്യ സംഗീതം തിരിച്ചിട്ട് മൊത്തം ആദ്യം കൊട്ടുകാർക്ക് ആ സ്ഥാനം കൊടുത്തേക്കുന്നത്. അടിയങ്ങോട്ട് തുടങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ പുറകിലാണ് ഗിറ്റാറുകാരൻ വെച്ച് കാച്ചുന്നത്. ഇതെത്രയും കൂടെ മേളിച്ചു കഴിയുമ്പോൾ പാട്ടുകാരൻ ചാടിക്കേറിക്കോണം ഇതിനിടയ്ക്കൂടെ. സത്യം പറഞ്ഞാൽ പാശ്ചാത്യ സംഗീതത്തിൻ്റെ ഈ വെളിവുകെട്ട നീക്കം ഈ വേദപുസ്തകത്തിന് അനുകൂലമല്ല. വേദപുസ്തകത്തിന് അനുകൂലമായി ദാവീദിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന, അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ സംഗീത ഗ്രൂപ്പ് ദാവീദിൻ്റെ കാലത്ത് 4000 പേരുടെ മ്യൂസിക് ഗ്രൂപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. 4000 പേര്. ഇവിടെ യോഗത്തിനാകെ 4000 പേര് കൂടുന്നില്ല കൺവെൻഷന്. അദ്ദേഹത്തിൻ്റെ ഗായക സംഘത്തിന് മാത്രം ദേവദാരു കൊണ്ടുള്ള സംഗീതോപകരണങ്ങളൊക്കെ താനായി തന്നെ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഞാനും കുത്തിയിരിക്കുമ്പോൾ സംഗീത ഉപകരണങ്ങൾ ഉണ്ടാക്കി അനേകരെ അഭ്യസിപ്പിക്കുകയും പാടുകയൊക്കെ ചെയ്യുകയാണ്. കിട്ടുന്ന സമയമൊക്കെ കർത്താവിൻ്റെ പേരയ്ക്ക് എന്തെല്ലാം ഉദവി ചെയ്യാവോ അതൊക്കെ ചെയ്യുക. അപ്പോൾ ദാവീദിൻ്റെ കാലത്ത് രാഗം പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഉഷസ്സിൽ പേടമാൻ എന്ന രാഗം, പുത്രദുഃഖം എന്ന രാഗം. അപ്പോൾ അങ്ങനെ തുടങ്ങി ഒത്തിരി രാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ പാശ്ചാത്യ സംഗീതത്തിൽ രാഗം ഇല്ല. പിന്നെ അവർക്ക് അവരുടെ നോട്ട്സ് ഉണ്ട്, അത് വെച്ചങ്ങ് അലറി തട്ടിയേക്കുക. അലറി പാടിയാലും പാശ്ചാത്യ സംഗീതത്തിൽ അതിനും സ്ഥാനമുണ്ട്. പക്ഷേ പൗരസ്ത്യ സംഗീതം, ഈസ്റ്റേൺ മ്യൂസിക്കിൽ ശ്രുതി വ്യത്യാസം വരുത്താനോ ഒന്നും പറ്റുകയില്ല. അവനവൻ്റെ കൃത്യത്തിന് പാടിക്കോണം. അപ്പോൾ ദാവീദിൻ്റെ കാലത്ത് പാശ്ചാത്യ സംഗീതം ഇല്ലായിരുന്നു എന്നാണ് ഞാനീ പറഞ്ഞു വന്നത്. പിന്നെ അതിൻ്റെ അടുക്ക് ആദ്യം പാട്ടുകാർക്കാണ്, രണ്ടാമതേ ഉള്ളൂ മീട്ടുന്നവർക്ക്, പിന്നെ തപ്പടിക്കുന്നവർക്ക്. പണ്ട് എസ്റ്റോസ് ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരുപാട് സംഗീതം ഈ കേരള ക്രൈസ്തവ വേദികൾക്ക് നൽകിയിട്ട് കർത്താവിൽ മറിഞ്ഞ ഒരു പ്രിയപ്പെട്ടവൻ. അദ്ദേഹത്തെ വിദ്വാൻ കുട്ടി എന്നറിയപ്പെട്ടിരുന്നു. താനാണ് സ്തുതിപ്പിൻ യേശുദേവനെ എന്നൊക്കെ നാം പാടുന്ന പാട്ടുകളും അങ്ങനെ ഒത്തിരി പാട്ടുകൾ താൻ എഴുതി. അതിനകത്തൊരു പല്ലവി, വേറൊരു പാട്ട്, ഈ പരദേവനഹോ നമുക്ക് എന്ന് പറയുന്ന ഒരു സംഗീതം താൻ രചിച്ച് പാടി. അതിലൊരു പല്ലവിയിൽ ഇത് ചേർത്തിട്ടുണ്ട്. ഇങ്ങനെയാ: മുൻപിൽ പാടുവോർ പിൻപിൽ മീട്ടുവോർ തപ്പടി ചെന്നു തപ്പടിക്കും കന്യമാർ നടുവിലീ പരദേവനഹോ നമുക്ക്. അപ്പൊ മുമ്പിൽ പാടുന്നവർ, പിൻപിൽ മീട്ടുന്നവർ, ചെന്ന് തപ്പടിക്കും കന്യമാർ നടുവിൽ. ഇതിന് നടുവിലാണ് പെട്ടകത്തിൻ്റെ സ്ഥാനം. അങ്ങനെ പോയെന്ന്. അപ്പോൾ സംഗീതം ശ്രേഷ്ഠമാണ്. ദൈവത്തെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന ആത്മീയ ലഹരിയുടെ പ്രയോഗമാണ് സംഗീതത്തിൽ കിടക്കുന്നത്. എവിടെയും ഏത് മതത്തിലും സംഗീതത്തിന് വലിയ സ്ഥാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സംഗീതം പാടിക്കൊണ്ട് നടക്കുമ്പോൾ തന്നെ ദാവീദ് എഴുതുകയാണ്, ഇസ്രായേലിൻ്റെ ഉറവുകളിൽ നിന്നുള്ളവരെ സഭായോഗങ്ങളിൽ ദൈവത്തെ വാഴ്ത്തുവീൻ. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും പിന്നെ യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും, സെബലൂൺ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരുമുണ്ട്. ഇന്ന് നാം ഒരുമിച്ച് പഠിക്കുന്ന ആ ഭാഗമാണ്. എന്ത്? ഇസ്രായേലിൻ്റെ ഉറവിൽ നിന്നുള്ള 4 വിധ പ്രഭുക്കന്മാർ. 4 വിധ പ്രഭുക്കന്മാർ. ഒരിക്കൽ ദാവീദ് തന്നെ എഴുതി വച്ചു, എൻ്റെ ഉറവുകളെല്ലാം നിന്നിൽ നിന്നാകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും
ഒരുപോലെ പറയട്ടെ.